എൻ്റെ പുറകിൽ കാണുന്ന ഈ മനോഹരമായ റോഡുകളിലെ കേരളത്തിലെ 80% റോഡുകളും ഇതുപോലെ തന്നെയാണ്. എന്നെപ്പോലെ പലർക്കും ഇത് ബോധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഈ കാര്യങ്ങൾ പലരോടും പറയുമ്പം അവർ പറയുന്നത് ഓപ്പോസിറ്റ് പാർട്ടി ആണെങ്കിൽ പോലും ഇതുപോലെ വികസനങ്ങൾ വരും. കാരണം ഓരോ കാലവും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ റോഡുകളെല്ലാം നന്നാവുമെന്നുള്ളതാണ്. എന്നിരുന്നാലും UDFൻ്റെ പ്രവർത്തകരിൽ നിന്നൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് ഇതിലൊക്കെ വലിയൊരു അഴിമതി തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അർഹതയില്ല, കാരണം അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തുമില്ല. പക്ഷേ നമ്മുടെ നാടിന് വികസനമാണ് ആവശ്യം. ഇനി നമ്മുടെ കാസിം കെയാണ് ജയിച്ചു വരുന്നതെങ്കിൽ കൂടി നമ്മുടെ നാടിന് വേണ്ട വികസനങ്ങൾ വേണം. നമ്മുടെ നാട് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മലയോര കുടിയേറ്റ കർഷകരുള്ള, അതുപോലെ തന്നെ ടൂറിസത്തിനൊക്കെ ഒരുപാട് സാധ്യതകളുള്ള നാടാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, ഏതൊരു അണികളും ഏതൊരു പാർട്ടിയുടെ ഒരു ആദർശത്തിലാണോ നിൽക്കുന്നതെങ്കിൽ ആ ഒരു പാർട്ടി വിജയിച്ച് കാണാനാണ്, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നാടിൻ്റെ വികസനം അതിലൂടെ വരുമോ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് പോലും എനിക്ക് സംശയമാണ്. നിലവിൽ എൻ്റെ ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ജനങ്ങളോട് ഇടപഴകുന്ന രീതി, അതുപോലെ തന്നെ സ്വന്തം അണികളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അതെങ്ങനെ എടുക്കും, അതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനൊക്കെ പ്രതിഫലിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നിരുന്നാലും നമുക്ക് ഇവിടെ ഇൻഡോ ജോസഫാണ് MLA ആയിട്ട് വരുന്നതെങ്കിൽ LDF സർക്കാർ തന്നെ വരേണ്ടതുണ്ട്. അത് ഇനി UDF സർക്കാരാണ് വരാൻ സാധ്യതയുള്ളത് എങ്കിൽ നമുക്ക് കാസിം കെ തന്നെ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് ആരാണോ MLA ആവുന്നത് ആ ഒരു MLAക്ക് അധികാരം പൂർണ്ണമായിട്ട് കിട്ടുമ്പോഴേ ഉള്ളൂ നമുക്ക് വികസനങ്ങൾ കിട്ടുള്ളൂ. നമുക്ക് വികസനങ്ങളാണ് വലുത്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ തന്നെ ചെയ്യുക.